നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ 8-ന് കോടതി പ്രഖ്യാപിക്കും. 7 വർഷവും 8 മാസവും നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത്. 8-ാം പ്രതി നടൻ ദിലീപിന് വിധി നിർണായകമാണ്. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ദിലീപ് പറയുന്നത്. നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. നിരവധി പ്രമുഖർ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു. കോടതി ഇപ്പോൾ ശ്രമകരമായി ജഡ്ജ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 8-ാം തീയതി വിധി പ്രസ്താവിക്കും. ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അതിൽ നമുക്ക് വലിയ കാര്യമില്ല. പൾസർ സുനി ഉൾപ്പെടെയുള്ള 7 പ്രതികൾ കുറ്റം ചെയ്തില്ല എന്ന് ആരും പറയുന്നില്ല. കാരണം നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൾസർ സുനിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ 5 പേർ കാറിനകത്ത് കയറി ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്തതിന്റെ ഉദ്ദേശം നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക ആയിരുന്നെങ്കിൽ ദൃശ്യം കയ്യിലുള്ളയാൾ ഉടനെ നടിയെയോ അടുപ്പക്കാരെയോ വിളിക്കുമായിരുന്നു, പൈസ ചോദിക്കുമായിരുന്നു. അതിന് ഇതുവരെ തെളിവില്ല. ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നതാണ് പ്രശ്നം. ഇപ്പോഴിതാ വിധിക്ക് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് തോമസ് പറഞ്ഞ ചില വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ്. ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടരുന്നത് ഇങ്ങനെ: എന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ കേസിനകത്തുള്ള ദൃശ്യം അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്ന പരോക്ഷ തെളിവ് കോടതിക്കകത്തുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ തെളിവുകൾ ബാലചന്ദ്രകുമാർ വന്നപ്പോൾ ലഭിച്ചു. കേസിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലിരുന്ന് കാണുന്നതിൽ ഇയാളും പങ്കെടുത്തിരുന്നു. 120B അകത്തുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അത് കോടതി പ്രൂവ് ചെയ്യും. മരണത്തിന് തൊട്ടുമുമ്പും സത്യം മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് ബാലചന്ദ്രകുമാർ. 7 പ്രതികളെ ശിക്ഷിക്കുമെന്നത് ഉറപ്പാണ്. 8-ാം പ്രതി ദിലീപ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. അതേസമയം ദിലീപിന് വേണ്ടിയാണ് ചെയ്തതെന്ന് കോടതിയിൽ തെളിവുകളുണ്ടെന്നാണ് കരുതുന്നത്. 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ 20 വർഷം തടവ് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ദിലീപിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 120B ഈ കേസിലെ എല്ലാ സെക്ഷനും അട്രാക്ട് ചെയ്യുന്നത്. കോടതി വളരെ ശ്രമകരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1700 ഡോക്യുമെന്റ് മുഴുവൻ കോടതി നോക്കണം. 261 സാക്ഷികളുടെ മൊഴിയുണ്ട്. ഫെബ്രുവരിയിൽ ഏകദേശം കേസ് തീർന്നതാണ്. പക്ഷേ ജഡ്ജ്മെന്റ് എഴുതാൻ ഇത്രയും താമസിച്ചു. കാരണം അതുപോലെയുള്ള ഡോക്യുമെന്റുകളാണ്. അവരെ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ എന്നും ജോർജ് ജോസഫ് പറഞ്ഞു.